ആവസിക്കട്ടെ ആവസിക്കട്ടെ അത്യുന്നത ദിവ്യശക്തി ആവസിക്കട്ടെ 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 അത്യുന്നത ദിവ്യശക്തി ആവസിക്കട്ടെ വ്യാപരിക്കട്ടെ വ്യാപരിക്കട്ടെ സർവേശ ദൈവാരൂപി വ്യാപരിക്കട്ടെ 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 സർവേശ ദൈവാരൂപി വ്യാപരിക്കട്ടെ ആവസിക്കട്ടെ ആവസിക്കട്ടെ അത്യുന്നത ദിവ്യശക്തി ആവസിക്കട്ടെ ഹല്ലേലൂയ. വലിയൊരു ജനാവിലെ കർത്താവിനെ ഇവിടെ കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്നതിനോർത്ത് നമുക്ക് ഈശോയ്ക്ക് കൈകളടിച്ച് കർത്താവ് നന്ദി പറയാം. കർത്താവ് ആമേൻ. ഹല്ലേലൂയ. ദൈവത്താൽ തിരഞ്ഞെടുപ്പെട്ട മക്കളാണ് നിങ്ങളെല്ലാവരും. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈശോ മിശിഹായ്ക്ക് സ്തുതി. അങ്ങോട്ടും ഇങ്ങോട്ടും സ്തുതി കൊടുത്ത് കർത്താവിൻ്റെ നാമത്തിൽ, ഈശോയുടെ നാമത്തിൽ നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ്, സഹോദരങ്ങൾ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. സഹോദര തുല്യം സ്നേഹിക്കുന്ന നല്ല കൂട്ടായ്മ ദൈവം നിങ്ങളെല്ലാം അനുഗ്രഹിക്കട്ടെ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങളോട് വരുമ്പോൾ നിങ്ങൾ പരസ്പരം കാണിക്കുന്ന സഹകരണം, സ്നേഹം ഒത്തിരി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ ആരാധന. സ്തുതിക്കും സ്തുതിക്കും സ്തുതിക്കും. ഇന്ന് വലിയ കൃപയുടെ ദിവസമായിട്ട് കർത്താവ് മാറ്റട്ടെ. പ്രൈസ് ദി ലോർഡ്. വിശ്വസിക്കുന്ന മക്കൾക്കെല്ലാം കർത്താവിൻ്റെ കൃപ, അനുഗ്രഹ, സമാധാനം ലഭിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ. അപ്പസ്തോല പ്രവർത്തനത്തിൻ്റെ 16-ാം അധ്യായത്തിൻ്റെ 25 മുതലുള്ള വചനം നമുക്കറിയാവുന്ന വചനം, വലിയ കർത്താവിൻ്റെ വചനം, ആത്മാവിൻ്റെ വചനം, ജീവൻ്റെ വചനം. അത് പഠിച്ചിരിക്കേണ്ട, കാണാപ്പാടം പഠിച്ചിരിക്കേണ്ട വചനം. ഈ അപ്പസ്തോല പ്രവർത്തനം 16:25 മുതൽ. അർദ്ധരാത്രിയോടടുത്ത് പൗലോസും സീലാസും കീർത്തനം പാടി ദൈവത്തെ സ്തുതിക്കുകയായിരുന്നു. തടവുകാർ അത് കേട്ടുകൊണ്ടിരുന്നു. ഒക്കെ പറഞ്ഞേ ഹല്ലേലൂയ. അവരെ തടവിലിട്ടവരെല്ലാം അത് കേട്ടുകൊണ്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പെട്ടെന്ന് വലിയൊരു ഭൂകമ്പം ഉണ്ട്. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. കാരാഗൃഹത്തിൻ്റെ അടിത്തറ കുലുങ്ങി. പ്രൈസ് ദി ലോർഡ്. എല്ലാ വാതിലുകളും തുറക്കപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. എല്ലാവരുടെയും ചങ്ങലകൾ അഴിഞ്ഞു വീണു. സർവ്വത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. ഇതിനുവേണ്ടിയാണ് നമ്മളിവിടെ ഒരുമിച്ച് കൂടുന്നത്. പ്രൈസ് ദി ലോർഡ്. എല്ലാ മാസവും നമ്മൾ ആദ്യ ശനിയാഴ്ച ഇവിടെ ഒരുമിച്ച് കൂടുന്നത് ഈ ഒരു അഭിഷേകം നമുക്ക് കിട്ടുന്നത് കൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്. ഓരോ പ്രാവശ്യം ഇവിടെ വന്ന് ഒരുമിച്ച് കൂടുന്നവർക്കെല്ലാം ഈ അനുഭവം കിട്ടുന്നുണ്ട്. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. സ്തുതിക്കുക സ്തുതിക്കുക സ്തുതിക്കുക. യേശുവേ സ്തുതി. ആമേൻ. ഹല്ലേലൂയ. തടവുള്ളികളെ അതിൽ നിന്ന് പുറത്ത് കൊണ്ടുവിടുന്ന കർത്താവിൻ്റെ വിടുതലിൻ്റെ അഭിഷേകം. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. ലൂക്കാ 4:18 കർത്താവിൻ്റെ ആത്മാവ്, ശബ്ദമുയർത്തി പറഞ്ഞേ, കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേൽ, ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കുവാൻ അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തു. ബന്ധിതർക്ക് മോചനവും അന്ധർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യമായ മത്സരവും പ്രഘോഷിക്കാൻ അവിടുന്ന് എന്നെ അയച്ചിരിക്കും. ശ്രമത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ അവിടെ സംഭവിക്കുന്നത്, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ, സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ, പരിശുദ്ധ കുർബാന അർപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് നമുക്ക് ഈ വിടുതൽ തടവറയിൽ നിന്ന് മോചനം കർത്താവ് തരും. പ്രൈസ് ദി ലോർഡ്. കർത്താവ് വിശ്വസിക്കുന്ന മക്കൾ കൈകളെടുത്ത് കർത്താവിനെ മഹത്വം കൊടുക്കട്ടെ. കർത്താവ് ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. യോഹന്നാൻ 1:12 അവനെ സ്വീകരിച്ചവർക്കെല്ലാം, അവൻ്റെ നാമത്തിൽ വിശ്വസിച്ചവർക്കെല്ലാം ദൈവമക്കളാകാൻ അവൻ കഴിവ് നൽകി. പ്രൈസ് ദി ലോർഡ്. അവനെ സ്വീകരിക്കുന്നവർക്ക്, അവൻ്റെ നാമത്തിൽ വിശ്വസിച്ചവർക്കെല്ലാം ദൈവമക്കളാകാൻ കഴിവ് നൽകി. പ്രൈസ് ദി ലോർഡ്. സർവ്വത്തിൽ ഹല്ലേലൂയ. വിശ്വസിക്കണം. വിശ്വസിക്കുന്നവർക്കാണ് ഈ കൃപ ലഭിക്കാൻ പോകുന്നവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. നല്ല വിശ്വസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ മതി. ഒത്തിരി മക്കൾക്ക് വിടുതൽ കിട്ടുന്നുകൊണ്ടിരിക്കുന്നവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. ഓരോ ആദ്യ ശനിയാഴ്ചക്കും 10,000-കണക്കിന് മക്കൾക്ക് കർത്താവ് പരിശുദ്ധാത്മാവ് വിടുതൽ കൊടുക്കുന്നവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ കർത്താവ് നമ്മളെ ഈ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരുമിച്ച് ശരിക്കും നമ്മളിരുന്ന് പ്രാർത്ഥിക്കുക. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കുമ്പോൾ, ആരാധിക്കുമ്പോൾ ഈ വലിയ വിടുതൽ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ മക്കളിൽ, നമ്മുടെ സ്ഥലത്ത്, ദേശത്ത്, നമ്മുടെ ആത്മാവിലൊക്കെ സംഭവിക്കണം. പ്രൈസ് ദി ലോർഡ്. സർവ്വത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. പലർക്കും ദൈവവചനത്തിലേക്ക് വരാൻ പറ്റാത്തതും അഭിഷേകത്തിലേക്ക് വരാൻ പറ്റാത്തൊരു ബന്ധനത്തിൽ കഴിയുന്നുണ്ട്. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. ബന്ധനമുണ്ട്, ശരിക്കൊരു ബന്ധനമുണ്ട്. ആ ബന്ധനം അത് ചരിത്രത്തിലുള്ളതാണ്. ഇസ്രായേൽ ജനം ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ കിടന്നുപോലെ ഒരുപാട് മക്കൾ അടിമകളാണ്. പ്രൈസ് ദി ലോർഡ്. സർവ്വത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ.
റോമലേഖനത്തിൻ്റെ 6-ാം അധ്യായത്തിൻ്റെ 22-23 പറഞ്ഞു, നിങ്ങളിപ്പോൾ പാപത്തിൽ നിന്ന് മോചിതരായ യേശുക്രിസ്തുവിന് അടിമകളായിരിക്കുക, നിങ്ങൾ ലഭിക്കുന്ന വിശുദ്ധീകരണവും അതിൻ്റെ അവസാനം നിത്യജീവനുമാണ്. ഒക്കെ പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ ആ അടിമത്തത്തിൽ നിന്ന് ഈശോയുടെ അടിമ, ലോകത്തിൻ്റെ പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് മോചിക്കപ്പെട്ട് ക്രിസ്തുവിൻ്റെ അടിമകളായിട്ട് മാറാൻ പോകുന്ന വലിയ സമയമാണ് ഈ ശുശ്രൂഷയുടെ സമയം എന്ന് ഓർത്ത് കർത്താവിന് നമുക്ക് കൈകളടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞ് മഹത്വപ്പെട്ടു. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, വിശ്വ ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ കൂട്ടത്തിൽ പല ആളുകളും വലിയ ബന്ധനത്തിൽ കഴിഞ്ഞവരായിരുന്നു. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ഇവിടെ പ്രാർത്ഥിക്കുന്ന ആളുകളെക്കുറിച്ച് നിങ്ങൾ ധ്യാനിക്കണം. ദൈവത്തിന് ഒത്തിരി നന്ദി പറയേണ്ട അനുഭവമാണ്. മദ്യപാനത്തോട് പോകേണ്ട രൂപപ്പെട്ട മക്കളും അവരെല്ലാം ഒത്തിരി മക്കളെ കർത്താവ് മോചിപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. വിശ്വസിച്ച് കർത്താവിനെ സ്വീകരിച്ചുകൊണ്ട് അവർ സ്തുതിച്ചു. ഇവിടെ നിന്നുകൊണ്ട് അവർ ദൈവത്തെ സ്തുതിച്ചു. അവർ കുമ്പസാരിച്ചിട്ട് വന്ന് സ്തുതിച്ചവർ, നല്ല കൗൺസിലിംഗ് എടുത്ത് സ്തുതിച്ചവർ. പ്രൈസ് ദി ലോർഡ്. അവർ വീട്ടിൽ പോയി വചനം വാങ്ങിക്കും. അപ്പോൾ അവരിൽ ഒരിക്കലും രക്ഷപ്പെടില്ലെന്ന ആളുകൾ പറഞ്ഞ ബന്ധനങ്ങളൊക്കെ കർത്താവ് അവരത് എടുത്തു മാറ്റി കർത്താവ് അവരെ പുറത്ത് കൊണ്ടുവന്നു. കർത്താവ് അങ്ങനെ അനുഗ്രഹിച്ചു. പ്രൈസ് ദി ലോർഡ്. വലിയ ചില വിഷമങ്ങൾ, കുടുംബത്തിലെ പ്രശ്നങ്ങൾ, വ്യക്തിപരമായ പ്രശ്നങ്ങളൊക്കെ പെട്ട് കിടന്ന് ഭയങ്കര തകർന്ന് ഇനി ഒരു വഴിയില്ലെന്ന് ആത്മഹത്യയുടെ വക്ക് നിൽക്കുന്ന ഞാൻ ഇഷ്ടം പോലെ ആൾക്കാർ കേട്ടിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറയും, നിങ്ങളിവിടെ ആദ്യ ശനിയാഴ്ച ദൈവത്തെ സ്തുതിക്കും. പ്രൈസ് ദി ലോർഡ്. കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിച്ചാൽ മതി, തന്നെ കെട്ടഴിഞ്ഞു പോക്കോളൂ. ഓർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. എത്ര വലിയ കർത്താവിനെ വിളിക്കണം. കർത്താവല്ലാതെ വേറെ ആർക്കും കെട്ടഴിക്കാൻ പറ്റത്തില്ല. പ്രൈസ് ദി ലോർഡ്. യേശുവേ സ്തുതിക്കുക. മനുഷ്യർക്കോ ഒന്നും ആർക്കും പറ്റില്ല. ദൈവത്തിന് മാത്രമേ നമ്മുടെ ഈ ബന്ധനങ്ങൾ അഴിച്ച് നമ്മെ പുറത്ത് കൊണ്ടുവരാനായിട്ട് സാധിക്കത്തുള്ളൂ. കൈകളടിച്ച് കർത്താവ് നന്ദി പറഞ്ഞ് യേശുവേ സ്തുതിക്കുക. സ്തുതി. ആമേൻ. സർവ്വത്തിൽ ഹല്ലേലൂയ, ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൻ്റെ 61:1 മുതൽ, ദൈവമായ കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, പീഡിതരെ സദ്വാർത്ത അറിയിക്കുന്നതിന് അവിടുന്ന് തന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ഹൃദയം തകർന്നവരെ ആശ്വസിപ്പിക്കുവാനും തടവുകാർക്ക് മോചനവും ബന്ധിതർക്ക് സ്വാതന്ത്ര്യവും പ്രഖ്യാപിക്കാനും കർത്താവിൻ്റെ കൃപാമത്സരവും നമ്മുടെ ദൈവത്തിൻ്റെ പ്രതികാര ദിനവും പ്രഘോഷിക്കാനും വിലപിക്കുന്നവർക്ക് സമാശ്വാസം നൽകാനും എന്നെ അയച്ചിരിക്കുന്നു. ശ്രമത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. കൈകളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തൽ. ഹല്ലേലൂയ. സ്തുതിക്ക്, 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 സ്തുതിക്ക്. ആമേൻ, ആമേൻ. ഇത് വെറുമൊരു ഏതെങ്കിലും ഒരു രോഗശാന്തി മാത്രമല്ല, അത് ആ വിടുതൽ മാത്രമല്ല, നമ്മളെ കെട്ടിയിട്ടിരിക്കുന്ന കുറേ തിന്മയുടെ ചരടുകളുണ്ട്. പ്രൈസ് ദി ലോർഡ്. നുഖങ്ങളുണ്ട്, അതെല്ലാം പൊട്ടിച്ചേരണം. പ്രൈസ് ദി ലോർഡ്. അതെല്ലാം പൊട്ടിപ്പോണം. എല്ലാം പൊട്ടിപ്പോയി കഴിയുമ്പോഴാണ് നമ്മൾ പരിശുദ്ധാത്മാവിൽ നിറയാൻ പോകുന്നത്. സർവ്വത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്ക്, സ്തുതിക്ക്, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. കരങ്ങളിയെ സ്തുതിക്കട്ടെ. യേശുവേ സ്തുതിക്ക്, സ്തുതി. യേശുവേ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. യേശുവേ സ്തുതി. ആമേൻ, ആമേൻ. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൻ്റെ 58:5 മുതൽ 8 വരെയുള്ള വചനം. ഇത്തരം ഉപവാസമാണോ ഞാൻ ആഗ്രഹിക്കുന്നത്? ഒരു ദിവസത്തേക്ക് ഒരുവനെ എളിമപ്പെടുത്തുന്ന ഉപവാസം, ഞാങ്ങണ പോലെ തല കുനിക്കുന്നതും ചാക്ക് വിരിച്ച് ചാരവും വിതറിക്കിടക്കുന്നതുമാണോ ഇത്? ഇതിനെയാണോ നിങ്ങൾ ഉപവാസം വിളിക്കുന്നത്? ശ്രമത്തിൽ കർത്താവിന് സ്വീകാര്യമായ ദിവസം എന്ന് വിളിക്കുന്നത്. ദുഷ്ടതയുടെ കെട്ടുകൾ പൊട്ടിക്കുക. പ്രൈസ് ദി ലോർഡ്. ദുഷ്ടതയുടെ കെട്ടുകൾ പൊട്ടിക്കണം. ശ്രമത്തിൽ പറയും ഹല്ലേലൂയ. മർദ്ദിതരെ സ്വതന്ത്രരാക്കി എല്ലാ നുഖങ്ങളും ഒടുക്കുകയും ചെയ്യുന്നതല്ലേ ഞാൻ ആഗ്രഹിക്കുന്ന ഉപവാസം. ശ്രമത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. അപ്പോൾ ആ ഉപവാസം അത് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ കർത്താവിനോട് ഈശോയോട് ചേർന്ന് ഉപവസിക്കുമ്പോൾ മാത്രമേ ദുഷ്ടതയുടെ കെട്ടുകൾ പൊട്ടിപ്പോവുള്ളൂ. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. ഒടിഞ്ഞു പോകും. എല്ലാം ഈശോയോട് ചേർന്നിരുന്നെങ്കിൽ മാത്രമേ നമ്മുടെ ബന്ധനങ്ങൾ കെട്ടഴിഞ്ഞ് നമ്മൾ പുറത്തു വരാൻ പറ്റുള്ളൂ. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. യോഹന്നാൻ 14:1-2-3 നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിച്ച് പറഞ്ഞ ഹല്ലേലൂയ. ഈശോയോട് ഐക്യപ്പെട്ട് ചേർന്ന് നിന്നാൽ മാത്രമേ നമുക്ക് ആ വിടുതൽ കിട്ടൂ. അപ്പോൾ ഇന്നത്തെ ഈ ഉപവാസം നമ്മൾ ഒരു ദിവസം മുഴുവൻ ഉപവാസം എടുക്കുക, വെള്ളം പോലും കുടിക്കുക. നമ്മൾ എത്ര പേരെ ഫുൾ ടൈം 10-25,000 പേരോളം ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുക, ഒരുമിച്ചിരുന്ന് ഉപവസിച്ച് പ്രാർത്ഥിക്കുമ്പോഴാണ് ഈ ബന്ധനം അഴിയുന്നത്. അതാണ് ഇതിൻ്റെ മിറക്കിളത്. ശ്രമത്തിൽ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. മർക്കോസ് സുവിശേഷത്തിൽ 9-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ വചനമാണത്. 9:26 മുതൽ 29 വരെ ശ്രമത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. അപ്പോൾ അവനെ ശക്തിയായി നിലത്ത് തള്ളിയിടുകയും ഉച്ചത്തിൽ നിലവിളിക്കുകയും ചെയ്തുകൊണ്ട് പിശാച് പുറത്തുപോയി. ബാലൻ മരിച്ചവനെ പോലെ അവൻ മരിച്ചുപോയി എന്ന് പലരും പറഞ്ഞു. യേശു അവനെ കൈക്ക് പിടിച്ചുയർത്തി അവൻ എഴുന്നേറ്റിരുന്നു. യേശു വീട്ടിലെത്തിയപ്പോൾ ശിഷ്യന്മാർ സ്വകാര്യമായി ചോദിച്ചു, എന്തുകൊണ്ടാണ് ഇതിനെ ബഹിഷ്കരിക്കാൻ ഞങ്ങൾക്ക് കഴിയാതെ പോയത്? അവൻ പറഞ്ഞു, ഉപവാസവും പ്രാർത്ഥനയും കൊണ്ടല്ലാതെ മറ്റൊന്നുകൊണ്ടും ഈ വർഗം പുറത്തു പോവുകയില്ല. ശ്രമത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. ഉപവാസവും പ്രാർത്ഥനയും. അപ്പോൾ തടവറയിൽ കടന്നുകൊണ്ട് പൗലോസും ശീലാസും ഉപവസിച്ച് പ്രാർത്ഥിക്കുക. പ്രൈസ് ദി ലോർഡ്. സ്തുതിക്കുക. സ്തുതിച്ചു കൊണ്ടിരിക്കുമ്പോൾ വലിയ ബന്ധനങ്ങൾ, കെട്ടുകൾ അഴിഞ്ഞങ്ങ് പൊയ്ക്കോളൂ. സർവ്വത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. ബന്ധനം അഴിഞ്ഞുകൊണ്ട് പ്രശ്നം തീരുന്നില്ല. ബന്ധനം അഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കർത്താവിൻ്റെ പിന്നാലെ പോകണം. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ.
ബർത്തമിയൂസ് എന്ന് പറഞ്ഞ അന്ധയാചകൻ, അവന് സൗഖ്യം കിട്ടുകയപ്പോൾ അവൻ ക്രിസ്തുവിനെ, ഈശോയെ അനുഗമിച്ചെന്നാണ് പറയുന്നത്. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. അപ്പോൾ പലപ്പോഴും നമ്മൾ ഡെലിവറൻസ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വചന ശുശ്രൂഷ നിർത്തരുത്. പ്രിസലോഷ് ചിലപ്പോൾ നമ്മളൊക്കെ പല സൗഖ്യം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ധ്യാനം വരും. അത് പോയില്ല, അത് അപകടമാണ്. കാരണം ഇത് ഒരിക്കലും അങ്ങനെ സൗഖ്യം കിട്ടിക്കഴിഞ്ഞാൽ തുടർന്ന് നമ്മൾ കർത്താവിൻ്റെ പിന്നാലെ നമ്മൾ യാത്ര ചെയ്യണം. അതിനുവേണ്ടിയാണ് കർത്താവിൻ്റെ പിന്നാലെ യാത്ര ചെയ്താൽ മാത്രമേ നമുക്കതിൻ്റെ പിടിയിൽ നിന്ന് പൂർണ്ണമായിട്ടും പുറത്തു വന്ന് കർത്താവിൻ്റെ സ്വന്തമായി തീരാനായിട്ട് സാധിക്കത്തുള്ളൂ. സ്വരപ്പെടുത്തി പറഞ്ഞേ ഹല്ലേലൂയ. എന്നിട്ട് പറഞ്ഞേ ഹല്ലേലൂയ. വിശ്വ ആരാധന. അപ്പോസ്തല പ്രവർത്തനത്തിൻ്റെ 12-ാം അധ്യായത്തിൽ പത്രോസിനെ പിടിച്ച് ജയിലിലിടുന്നൊരു സംഭവമുണ്ട്. ഒക്കെ പറഞ്ഞേ ഹല്ലേലൂയ. വചനം കേട്ടോണം, ശ്രദ്ധിച്ച് കേട്ടോണം. ഇതാണ് ഇന്ന് സംഭവിക്കുക. ഇന്ന് വിടുതൽ സംഭവിക്കട്ടെ. എല്ലാ മക്കളുടെ കുടുംബത്തിലെ ബന്ധനം അഴിയട്ടെ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. കുടുംബത്തിലെ മക്കളുടെ ബന്ധനങ്ങളൊക്കെ അഴിയട്ടെ. പ്രസലോ തടവറയുടെ കെട്ട് പൊട്ടട്ടെ. പ്രസലോഷ് മദ്യപാനത്തിൻ്റെ കെട്ട് പൊട്ടണം. പ്രസലോഷ് വ്യഭിചാരത്തിൻ്റെ ദുർഭൂതം ആ ഒരു ബന്ധനം അഴിഞ്ഞങ്ങ് പോകണം. പ്രസലോഷ് അശുദ്ധ ചിത്രങ്ങൾക്കൊക്കെ അടിമപ്പെട്ട ആ ബന്ധനം അങ്ങ് അഴിയണം. പ്രസലോഷ് അതിൽ അഴിഞ്ഞങ്ങ് പോയാൽ നമ്മൾ രക്ഷപ്പെട്ടു. പ്രസലോഷ് നമ്മൾ ബന്ധനം അഴിയും. സ്വർഗരീതിയുടെ ആ ബന്ധനമൊക്കെ അങ്ങ് പോകണം. പ്രസലോഷ് അതൊക്കെ അഴിക്കാൻ നമ്മൾ നോക്കിയാൽ നടക്കില്ല. പ്രസലോഷ് എല്ലാവരും പറയും നടക്കില്ല. നടക്കും. നമ്മുടെ ദൈവത്തിന് കർത്താവിൻ്റെ ആത്മാവിന് മാത്രം ഈശോയാണ് വിമോചകൻ. പ്രസലോഷ് ഈശോ മാത്രമേ ഉള്ളൂ വിമോചനം നൽകുന്ന ദൈവം. പ്രസലോഷ് ഈശോയ്ക്ക് മാത്രമേ കെട്ടഴിക്കാൻ പറ്റുള്ളൂ. ശ്രമത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. മന്ത്രവാദമുണ്ട്, മന്ത്രവാദ ശക്തികളുണ്ട് ലോകത്ത്. പ്രസലോഷ് അതിന് ആ കെട്ടഴിഞ്ഞാൽ ആ കുടുംബം രക്ഷപ്പെടുമോ? ചിലപ്പോൾ അതോടെ വീട്ടിൽ സമാധാനം തുടങ്ങുകയാണ്. പ്രസലോഷ് അതോടെ കുടുംബത്തിലെ രോഗങ്ങളൊക്കെ ഒന്ന് മാറുകയാണ്. അതിൻ്റെ ബന്ധനം അഴിക്കണം. പലയിടത്ത് അവിടെ ഇവിടെ ഓടി നടന്നിട്ട് കാര്യമൊന്നുമില്ല. പ്രസലോഷ് ശ്രവണത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. യഥാർത്ഥമായ ആത്മാവിൽ നിറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കണം. കർത്താവിൻ്റെ ആത്മാവ് ഉപവസിച്ച് പ്രാർത്ഥിക്കണം. അതാണ് ഇവിടുത്തെ ഈ വലിയ അഭിഷേകത്തിൻ്റെ പിന്നിലെ രഹസ്യം. പ്രസലോഷ് നമ്മൾ ഇത്രയും പേര് അച്ഛനെ ഉപവസിപ്പിച്ചിരിക്കും. നിങ്ങൾ പുറത്ത് പോലും വിടാതെ ഞാൻ ഇരുത്തിയിരിക്കുക. പ്രസലോഷ് എന്നുവെച്ചാൽ ഉപവസിച്ച് പ്രാർത്ഥിക്കണം. ആ സഹനം എടുക്കണം. സഹനം ത്യാഗം എടുത്തു കഴിയുമ്പോഴാണ് ഈ കെട്ടഴിഞ്ഞ് നമ്മൾ പുറത്ത് വരാൻ പോകുന്നത്. പ്രസലോഷ് ശ്രവണത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. കൈകളടിച്ച് കത്തന്നെ പറഞ്ഞ് യേശുവേ സ്തുതിക്ക് 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 സ്തുതിക്ക്. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ. വിശ്വ ആരാധന. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവർത്തനം 12:6 മുതൽ പരസ്യ വിചാരണയ്ക്ക് പുറത്തു കൊണ്ടുവരുവാൻ ഹെരോദോസ് ഉദ്ദേശിച്ചിരുന്ന തലേരാത്രി പത്രോസ് ഇരുചങ്ങലകളാൽ ബന്ധിതനായി രണ്ട് പടയാളികളുടെ മധ്യേ ഉറങ്ങുകയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. പരസ്യ വിചാരണയ്ക്ക് പൗലോസിനെയൊക്കെ പരസ്യ വിചാരണയ്ക്ക് നിന്ന് കൊടുത്ത ആളുകളൊക്കെ കേട്ടോ. പ്രൈസ് ദി ലോർഡ്. ശ്രമത്തിൽ ഹല്ലേലൂയ. പരസ്യമായിട്ട് വിചാരണ ചെയ്യപ്പെട്ട ജീവിതങ്ങളൊക്കെയാണ് പൗലോസ്, പത്രോസ്, അപ്പോസ്തലന്മാർ മുഴുവൻ പരസ്യ വിചാരണയ്ക്ക് പൊതുജനത്തിൻ്റെ മുമ്പിൽ വിചാരണ ചെയ്യപ്പെട്ടവരാണ്. പ്രൈസ് ദി ലോർഡ്. ക്രിസ്തുവിനെ പോലെ തന്നെ പിലാത്തോസിൻ്റെ അരമനയിൽ നിന്ന പോലെ തന്നെ പരസ്യമായിട്ട് വിചാരണയ്ക്ക് നിന്നപ്പെട്ട. പ്രൈസ് ദി ലോർഡ്. ശ്രമത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. പട്ടാളക്കാർ കാരാഗൃഹ വാതിക്കൽ കാവൽ നിൽക്കുന്നുണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. പത്രോസ് ഇരുചങ്ങലകളാൽ ബന്ധിതനായി തടവറയിൽ കഴിയുമ്പോൾ പട്ടാളക്കാർ കാരാഗൃഹ വാതിക്കൽ കാവൽ നിൽക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് കർത്താവിൻ്റെ ഒരു ദൂതൻ പ്രത്യക്ഷനായി. അവർക്ക് പറഞ്ഞു ഹല്ലേലൂയ. യേശുവേ സ്തുതിക്കുന്നു. ആ മുറിയാകെ പ്രകാശം നിറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. കർത്താവ് വരും. കർത്താവിന് കാരണം എന്താണ്? പത്രോസ് അകത്തുന്നുണ്ട്. ആരെയും വിളിക്കുന്നില്ല. ഫോണിൽ ആരെയും വിളിക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ആരെയും റെക്കമെൻഡേഷൻ ചോദിക്കാൻ ഒന്നിനും വിളിക്കുന്നില്ല. പത്രോസ് ദൈവത്തോട് യേശുവിനെ വിളിക്കുക. പ്രൈസ് ദി ലോർഡ്. പത്രോസിന് കർത്താവ് കൃപ കൊടുത്തിട്ടുണ്ട്. ശ്രമത്തിൽ പറഞ്ഞ ഹല്ലേലൂയ സ്തുതിക്കുന്നു. ഈശോ പറഞ്ഞു പ്രാർത്ഥിച്ചാൽ മതി. പ്രാർത്ഥിക്കാനാണ് പറയുന്നത്. അതാണ് പൗലോസിൻ്റെ ലേഖനത്തിൽ എഫെസോസ് 6:18-19 നിങ്ങൾ അപേക്ഷകളോടും യാചനകളോടും കൂടെ എല്ലാ സമയവും ആത്മാവിൽ പ്രാർത്ഥനാ നിരതരായിരിക്കുവിൻ. പ്രൈസ് ദി ലോർഡ്. ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാൻ പറയാം. ഉണർന്നിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. പത്രോസ് ജയിലിൽ കഴിയുമ്പോഴും പ്രയറിലാണ്. കർത്താവിനെ അറിഞ്ഞവരെല്ലാം കർത്താവിനെ വിളിക്കുള്ളൂ. വേറെ ആരെയും വിളിക്കാൻ പോകില്ല. പ്രശ്നങ്ങൾ ബന്ധനത്തിൽ കഴിയുന്നാൽ നമുക്ക് മറ്റുള്ളവർക്ക് നമ്മൾ പുറത്തു കൊണ്ടുവരാൻ പറ്റില്ല. വെറുതെയാണ്. വെറുതെ അവർ പറയുന്നത് അവർ രക്ഷപ്പെടുത്തുക, ഇവർ രക്ഷപ്പെടുത്തുക, ലോകം രക്ഷപ്പെടുത്തും, രാഷ്ട്രീയക്കാർ രക്ഷപ്പെടുത്തും, സമൂഹത്തൊരു വിദ്യാഭ്യാസം രക്ഷപ്പെടുത്തും, അധ്യാപകൻ രക്ഷപ്പെടുത്തും, പ്രൊഫസർ അല്ലെങ്കിൽ മെഡിസിൻ ഡോക്ടർ, ഇവർക്കാർക്ക് നമുക്ക് പൂർണ്ണമായി നിലനിൽക്കുന്ന രക്ഷ നൽകാൻ പറ്റില്ല. അല്പനേരത്തെ ആശ്വാസമൊക്കെ തരാൻ പറ്റും. പ്രസംഗം വീണ്ടും അതുപോലെ നമ്മുടെ ബന്ധനത്തിലേക്ക് തിരിച്ചു വരും. പ്രൈസ് ദി ലോർഡ്. നിത്യമായ രക്ഷ, നിത്യമായ വിടുതല നൽകാൻ ഒരേ ഒരാൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന് മാത്രമേ നിത്യമായ രക്ഷ നിനക്ക് നൽകുവാനായിട്ട് പറ്റുള്ളൂ. മറ്റുള്ളവരൊക്കെ തരുന്ന രക്ഷ താൽക്കാലികമായ രക്ഷയാണ്. താൽക്കാലികമായ സമാധാനം. ഭാര്യ ഭർത്താവിന് കൊടുക്കുന്ന രക്ഷ താൽക്കാലികമായ ആനന്ദം. ഭർത്താവ് ഭാര്യയ്ക്ക് താൽക്കാലികം, മക്കൾ മാതാപിതാക്കൾക്ക് താൽക്കാലികമാണ്. അത് നിലനിൽക്കുന്നില്ല. അത് വീണ്ടും പ്രശ്നങ്ങളിലേക്ക് വരും.
സ്ഥിരപ്പെടുത്തി പറഞ്ഞേ ഹല്ലേലൂയ. അത് നിലനിൽക്കില്ല, അതൊന്നും നിലനിൽക്കില്ല. ഒരു ദിവസത്തേക്കുള്ളത്, 2 ആഴ്ചത്തേക്കുള്ളത് മാത്രമേ തരുള്ളൂ. പക്ഷെ നിലനിൽക്കുന്ന നിത്യമായ രക്ഷ, വിമോചനം നൽകുന്നത് നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു മാത്രം. സ്ഥിരപ്പെടുത്തി പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ടാണ് മത്തായി 12:28-29 ദൈവാത്മാവിനാലാണ് ഞാൻ പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നെങ്കിൽ ദൈവരാജ് അപ്പം അല്ലാതെയും പിശാചിനെ ബഹിഷ്കരിക്കുന്നു. പരിശുദ്ധാത്മാവിലല്ലാതെയൊക്കെ പിശാചിനെ ബഹിഷ്കരിക്കുന്ന പരിപാടി പണ്ടുണ്ടായിരുന്നു. ഈശോയ്ക്ക് മുമ്പ് പോലും ഉണ്ടായിരുന്നല്ലോ. ഈശോയ്ക്ക് മുമ്പ് യഹൂദരൊക്കെ പിശാചുക്കളെ ബഹിഷ്കരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. പ്രസലോഷ് അവർ പിശാചിൻ്റെ തലവനെയും കൊണ്ട് തന്നെ ചിലപ്പോൾ ചാത്തനെയും കൊണ്ടൊക്കെ ഉപയോഗിക്കും. പ്രസലോഷ് അതങ്ങനെയൊക്കെ എല്ലാ പരിപാടിയൊക്കെ ഉണ്ട്. പ്രസലോഷ് പക്ഷേ അതൊന്നും നിലനിൽക്കില്ല. അത് വീണ്ടും അത് കബളിപ്പിക്കും. ഇവനോടൊക്കെ വലിയ ആളെന്ന് ഇവനെ വലിയ ആളാക്കി മാറ്റും. പ്രസലോഷ് പക്ഷേ മൊത്തം കബളിപ്പിക്കുക. ശ്രമത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. പക്ഷേ ഈശോ അങ്ങനെയല്ല. ഈശോ അവൻ കട്ടഴിച്ചാൽ അഴിക്കപ്പെട്ടതാ. ശ്രമത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. അവൻ ബന്ധിച്ചാൽ ബന്ധിക്കപ്പെട്ടതാ. അതാണ് യെശയ്യാ 22. അവൻ കട്ടിയാൽ കെട്ടിയത്. അവൻ അടച്ചാൽ ആർക്കും തുറക്കാൻ പറ്റത്തില്ല. അവൻ തുറന്നാൽ ആർക്കും അടയ്ക്കാനും പറ്റില്ല. കൈയടിച്ച് കർത്താവിനെ ഹല്ലേലൂയ. സ്തുതിക്കുക. 2 കരം എടുത്തപ്പോൾ ഹല്ലേലൂയ. സ്തുതിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ചിലപ്പോൾ നമ്മളൊക്കെ ദർശനക്കാരുടെ പുറകെ പോയേക്കരുത്. ദർശനങ്ങൾ അനേകരെ വഴിതെറ്റിച്ചിട്ടുണ്ട്. വചനം എഴുതി വഴിതെറ്റിച്ചു, മൊത്തം വഴിതെറ്റിച്ചു. പ്രൈസ് ഒന്നും അഴിയില്ല. ഇതെല്ലാം താൽക്കാലികമായ സംഭവം, നിലനിൽക്കില്ല. നിന്റെ പ്രശ്നത്തിന് ഒരു പൂർണ്ണമായ തീരുമാനം ഉണ്ടാകില്ല. പ്രൈസ് താൽക്കാലികമായ ആശ്വാസം. പ്രൈസ് ദി ലോർഡ്. ശ്രവണത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. അപ്പം നീ ഒന്നും അവൻ്റെ അടുത്ത് പോയിക്കൊണ്ടിരിക്കുക. എല്ലാ ദിവസവും നീ ദർശനക്കാരുടെ അടുത്ത് പോയിക്കൊണ്ടിരിക്കുക. എല്ലാ ദിവസവും വെക്കണം. അല്ല നിനക്ക് അവൻ അടുത്ത ദർശനം കൊടുക്കും, വീണ്ടും പോയിക്കോ. പക്ഷേ ഈശോ മിശിഹായുടെ അടുത്ത് ഒരിക്കൽ പോയാൽ മതി. അതോടെ നിന്റെ ബന്ധനങ്ങൾ എന്നേക്കുമായിട്ട് കർത്താവ് അടിച്ചു മാറ്റി കർത്താവ് നിന്നെ ബോധിപ്പിച്ച് പുറത്തു കൊണ്ടുപോകും. അതാണ് ഈശോ നൽകുന്ന രക്ഷയുടെ പ്രത്യേകത, കർത്താവിൻ്റെ രക്ഷയത. ശ്രവണത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ സ്തുതിക്കും. 1995 എനിക്ക് അഭിഷേകം കിട്ടുമ്പോൾ ഒറ്റ പ്രാവശ്യം അഭിഷേകം കിട്ടിയുള്ളൂ. അത് മതി. ഒറിജിനൽ അഭിഷേകം ഒന്ന് കിട്ടിയാൽ മതി. ഒറിജിനൽ അല്ലാത്തതാണ് വീണ്ടും നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. സ്തുതിക്കുന്നത് അപ്പോസ്തലന്മാർക്ക് ഒരു പെന്തക്കോസ്ത കിട്ടിയാൽ മതി. അത് പിന്നെ വീണ്ടും അവരെ ഉജ്ജ്വലിപ്പിക്കുന്ന 4 അനുഭവങ്ങളുണ്ട് ബൈബിൾ. 4 പ്രാവശ്യം അവർക്ക് പെന്തക്കോസ്ത കിട്ടുന്നുണ്ട്. പക്ഷേ ഒറ്റ പെന്തക്കോസ്തയിലൂടെ എല്ലാം പെർഫെക്റ്റായി. അപൂർണതയില്ല. പൂർണ്ണമായി ഉദിക്കുമ്പോൾ അപൂർണമായവ അസ്തമിക്കുന്നു. സർവ്വത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. ഈ പ്രാർത്ഥിക്കണം. നമുക്കൊന്ന് ഒരുമിച്ചിരുന്ന് നമുക്ക് ഈ സത്യവചനം വെച്ചുകൊണ്ട് നമുക്ക് ദൈവത്തെ വെച്ച് പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്. ആരെല്ലാം ആത്മാർത്ഥം കൊണ്ട് വിശ്വസിക്കുന്നു അവർക്കെല്ലാം പൂർണ്ണമായ രക്ഷ ഈശോ മിശിഹായിലൂടെ സ്വന്തമാക്കാനായിട്ട് സാധിക്കുമെന്നുള്ള കാര്യത്തിന് യാതൊരു മറ്റുള്ള പ്രശ്നം. സർവ്വത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. സ്തുതിക്കുന്നു. കൈകളടിച്ച് കർത്താവ് പറഞ്ഞ് ഉച്ചത്തില് ഹല്ലേലൂയ. വായിക്കാൻ പോവാണ്. പരസ്യ വിചാരണയ്ക്ക് പുറത്തു കൊണ്ടുവരാൻ ഹെരോദോസ് ഉദ്ദേശിച്ചിരുന്ന തലേ രാത്രി പത്രോസ് ഇരുചങ്ങലകളാൽ ബന്ധിതനായി 2 പടയാളികളുടെ മധ്യേ ഉറങ്ങുകയാണ്. പത്രോസിനെ ഒരു 2 ചങ്ങല കൊണ്ടാണ് കെട്ടിയിട്ടിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അവർക്കറിയാം ഇവന് അപകടകാരിയാണെന്നറിയാം. പ്രൈസ് ദി ലോർഡ്. ഇവനെ ആരെങ്കിലും ഒരു ഇഴക്കി കൊണ്ട് പോകുന്നു അവർക്കറിയാം. ഇരുചങ്ങല കൊണ്ട് പൂട്ടിക്കിടും. പ്രൈസ് ദി ലോർഡ്. ശ്രവണത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. പട്ടാളക്കാർ കാരാഗ്രഹം പെട്ടെന്ന് കർത്താവിൻ്റെ ദൂതൻ പ്രത്യക്ഷനായി ആ മുറിയാകെ പ്രകാശം നിറഞ്ഞ് അവൻ പത്രോസിൻ്റെ പാർശ്വത്തിൽ തട്ടി ഉണർത്തിക്കൊണ്ട് പറഞ്ഞു, വേഗം എഴുന്നേൽക്കും. ശ്രവണത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. തട്ടി ഉണർത്തും. എഴുന്നേറ്റോളം പറയും. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ശ്രവണത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ അവൻ്റെ കൈകളിൽ നിന്ന് ചങ്ങലകൾ താഴെ വീണു. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. ദൈവദൂതൻ തൊട്ടാൽ മതി, ചങ്ങല ഒഴിഞ്ഞു പോയിക്കോളും. പ്രൈസ് ദി ലോർഡ്. തൊട്ടാൽ മതി. ദൈവദൂതൻ തൊട്ടാൽ മതി. കൂടുതലൊന്നും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. തട്ടിയതേ ഉള്ളൂ. അവനെ പതുക്കെ തട്ടിപ്പോൾ അപ്പോൾ അവൻ്റെ ചങ്ങല ഒഴിഞ്ഞു പോയി. അത്രേ ഉള്ളൂ. ഒറിജിനൽ കൃപയ്ക്ക് ഒറ്റ സെക്കൻഡ് പോലും വേണ്ട. പത്രോസ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. പത്രോസായിട്ട് നീ മാറണം. ഇന്ന് പത്രോസിനെ പോലെ ഇതിനകത്തിരിക്കണം നീ. പത്രോസിനെ പോലെ ഉറച്ച വിശ്വാസം. പത്രോസിന്റെ വിശ്വാസം കൊണ്ടല്ലേ കൃപ കിട്ടും. മത്തായിയുടെ സുവിശേഷം 16:13-20 വചനം. കാസറി ഫിലിപ്പി ദേശത്തെത്തിയപ്പോൾ ശിഷ്യന്മാരോട് ചോദിച്ചു, ഞാൻ ആരാണെന്നാണ് ജനങ്ങൾ പറഞ്ഞത്. ചില പറഞ്ഞു സ്നാപയോഹന്നാൻ, ജെറമിയ, ഏലിയ എന്നൊക്കെ പറയുന്നു. സർവ്വത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. ഞാൻ ആരാണ് നിങ്ങൾ പറയുന്നത്? ഉടനെ പത്രോസ് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. പ്രൈസ് ദി ലോർഡ്.
ഉടനെ അവൻ യേശുവിനെ ദൈവപുത്രനായിട്ട് ഏറ്റു പറഞ്ഞപ്പോൾ അധികാരം കൊടുത്തു. എന്താ അധികാരം കൊടുത്തു? പത്രോസ്, നീ പറയാ, ഈ പാറമേൽ എൻ്റെ സഭ ഞാൻ സ്ഥാപിക്കും. യേശു ദൈവപുത്രനാണെന്ന് വിശ്വസിക്കുന്നവർക്ക് മാത്രമേ ബന്ധനങ്ങൾ അഴിക്കാനും ബന്ധിക്കാനും പറ്റുകയുള്ളൂ എന്നുള്ള കാര്യമാണ് അതിൻ്റെ. ഈശോ ദൈവപുത്രനാണെന്ന് അംഗീകരിക്കുന്നവർക്ക്, വിശ്വസിക്കുന്നവർക്ക് മാത്രമേ പറ്റൂ. ഈശോ ദൈവപുത്രൻ അല്ല, ഈശോ രക്ഷകൻ വേണ്ടതിൽ കാര്യമൊന്നുമില്ല. ഈശോ എല്ലാവരും ഒത്തിരി രക്ഷകന്മാർ ലോകത്തുണ്ടായിട്ടുണ്ട്. ഈശോ പ്രവാചകന്മാർ, ഒത്തിരി പ്രവാചകന്മാർ ലോകത്തുണ്ടായിട്ടുണ്ട്. ഈശോ സ്തുതിക്ക്. ഈശോ അത്ഭുത പ്രവർത്തകന്, ഒത്തിരി അത്ഭുത പ്രവർത്തകർ ലോകത്തുണ്ടായിട്ടുണ്ട്. ഈശോ പിശാചിനെ ഉപേക്ഷിക്കാൻ പണ്ടും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതൊന്നും കാര്യമില്ല. ഈശോ ദൈവപുത്രനാണെന്ന് വിശ്വസിക്കണം. ഈശോ ദൈവപുത്രനാണെന്ന് വിശ്വസിക്കുന്നവന് മാത്രമേ ഒറിജിനൽ അഭിഷേകം പരിശുദ്ധാത്മാവ് കൊടുക്കുള്ളൂ. ഈശോ ദൈവപുത്രൻ അംഗീകരിച്ച് ഏറ്റുപറയുന്ന മക്കൾക്ക് മാത്രമേ ഒറിജിനൽ അഭിഷേകം സ്വന്തമാക്കാനായിട്ട് പറ്റും. അല്ലാത്ത കുറിച്ച് കിട്ടത്തില്ല. ബുദ്ധി കൊണ്ട് നേടാൻ പറ്റില്ല. ഒത്തിരി ബുദ്ധിജീവികൾക്ക് ഈ അഭിഷേകം കിട്ടുന്നില്ല. കാരണം പല വിശ്വാസം, ഒരു വരുമ്പം ഒരു വിശ്വാസം, അടുത്തൊരുത്തം വേറൊരു വിശ്വാസം. ഹല്ലേലൂയാ. അതുകൊണ്ട് വിടുതൽ കിട്ടാതെ ഇന്നും ബന്ധനത്തില്ല. കഴിഞ്ഞ നാളുകൾ ഞാൻ 2 ആഴ്ച ഞാൻ ഗോവയിൽ പോയപ്പോൾ, കഴിഞ്ഞ ആഴ്ച ഹല്ലേലൂയാ, ഗവൺമെൻസിനുള്ള നല്ലൊരു ധ്യാനം, വളരെയധികം ദൈവജനം, ഇംഗ്ലീഷ് പ്രോഗ്രാം വെൻ്റ് ഓൺ വെൽ, നന്നായിട്ട് കർത്താവ് അനുഗ്രഹിച്ചു. പ്രത്യേക ഹല്ലേലൂയാ. 10 ദിവസങ്ങൾ എൻ്റെ അടുത്ത് ഇവിടെ പ്രാർത്ഥനയ്ക്ക് വന്നിരുന്ന ഒരാൾ എൻ്റെ അടുത്ത് വന്നു. ശ്രീവർത്തി പറഞ്ഞ ഹല്ലേലൂയാ. ഗോവനായ ഒരാളാണ്. ആളെന്നെ പറയാ, ഒരു സഹോദരൻ, അച്ഛൻ ഞാൻ കഴിഞ്ഞ സെപ്റ്റംബറിൽ അച്ഛൻ ഇവിടെ പ്രയറിന് വന്നു. ഞാൻ ഒരുപാട് ബന്ധനത്തിലായിരുന്നു. എന്ന് വെച്ചാൽ പറഞ്ഞു, ഞാൻ സെക്സിന് അഡിക്റ്റായിരുന്നു. മാസ്റ്റർബേഷന്, ബ്ലൂ ഫിലിം, വർഷങ്ങളായിട്ട് ഇതിനകത്ത് കരകയറാൻ ഞാൻ എല്ലാം ഒരു രക്ഷയില്ലായിരുന്നു. വീണ്ടും കുഴി വീണു. ഒത്തിരി അടുത്ത് പോയി പ്രാർത്ഥിക്കും, എല്ലാം പോയി കുഴി, വീണ്ടും കുഴി പോയി വീഴും. പക്ഷെ അച്ഛൻ പ്രാർത്ഥിച്ചു വിടുന്നുണ്ട്. പക്ഷെ മനുഷ്യൻ പറയാം, എൻ്റെ അച്ഛ അതിന് ശേഷം ഇന്ന് വരെ എനിക്ക് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. എന്നിട്ട് മനുഷ്യൻ കരയുക, അച്ഛ എനിക്കിപ്പം വിശുദ്ധി നിറഞ്ഞു, ഞാൻ നോർമലായി. കുടുംബജീവിതക്കാരനെ മനുഷ്യൻ പറയും, ഞാൻ നോർമലായി. I became normal. എനിക്ക് വളരെ പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ട് അച്ഛാ, ബൈബിൾ പഠിക്കാൻ പറ്റുന്നുണ്ട്, ഈശോയെ സ്നേഹിക്കാൻ പറ്റുന്നുണ്ട്. ഈ ഡെലിവറൻസ് ഉണ്ട്. ഇത് ഡെലിവറൻസ് കിട്ടണം. ഇങ്ങനൊരു സാധനം ഉണ്ടേ. ഇന്നലെ ധ്യാനം കഴിഞ്ഞപ്പോൾ ഒരു മകൾ വന്ന് പറയുന്നു, മകൾ ഒരുപാട് ബന്ധനത്തിൽ തിന്മ അശുദ്ധിക്ക് അടിമപ്പെട്ട് കഴിഞ്ഞ് കൊച്ചായിരുന്നു. ഒരു 3-4 മാസം മുമ്പ് ഇവിടെ ധ്യാനം കൂടിയതാണ്. അവിടെ കൊച്ചു പറയാ, എല്ലാം പോയി. വിശുദ്ധി നിറഞ്ഞു. ഞാൻ പറയും, നമുക്ക് ഈ ആലയത്തിൽ നമുക്ക് വേറൊന്നും വേണ്ട. ഞാൻ ആഗ്രഹിക്കുന്നത് വേറൊന്നും വേണ്ടേ എന്നാണ്. വേറെ എന്ത് കിട്ടിയാലും സ്വർഗ്ഗത്തിൽ പോകത്തില്ല. ഒരു കാര്യം മാത്രം കിട്ടിയാലും സ്വർഗ്ഗത്തിൽ പോകാൻ പറ്റുള്ളൂ, വിശുദ്ധി മാത്രം. വിശുദ്ധി കിട്ടിയാൽ മാത്രം സ്വർഗ്ഗം. ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങൾ വേറൊന്നിനും വരാണ്ട് കേട്ടോ. വേറെ ലക്ഷ്യങ്ങളുള്ളവരൊക്കെ വണ്ടി എടുത്ത് വീട്ടിൽ പോകോളൂ. രോഗശാന്തി വെച്ചാൽ അത് വിശ്വാസം കൊടുക്കാൻ വേണ്ടി മാത്രമുള്ളൂ, അല്ല വേറൊന്നുമല്ല കേട്ടോ. ലക്ഷ്യം നമുക്ക് വിശുദ്ധിയാണ്. ഹോളിനെസ്. ഹല്ലേലൂയാ. 1 പത്രോസ് 1:15 നിങ്ങളെ വിളിച്ചവൻ പരിശുദ്ധനായിരിക്കുന്നു, നിങ്ങളും അതിനുവേണ്ടി വന്നതാണ്. നമ്മളെ വിളിച്ചവൻ പരിശുദ്ധനായിരിക്കുന്ന പോലെ നമ്മളും പരിശുദ്ധിലേക്ക് വരാൻ വേണ്ടി വന്ന കാര്യങ്ങൾ സ്തുതിച്ചേ. ഹല്ലേലൂയാ. എഫെസോസ് ലേഖനം 4:18, 19, 20, 21, 22 വചനം ഭയങ്കരമായിട്ട് ധ്യാനിക്കണം. പ്രിസലോ കാണപ്പെടാൻ പഠിക്കണേ. ഹൃദയകാഠിന്യം നിമിത്തം അജ്ഞത ബാധിച്ചവർ കണ്ടോ. ഹൃദയകാഠിന്യം വന്നാൽ അജ്ഞത, അതായത് മാനസാന്തരമില്ലാത്തവന് അറിവില്ലായ്മ കൂടുമെന്നാണ് പറയുന്നത്. പശ്ചാത്താപം ഇല്ലാത്തവൻ്റെ എല്ലാ പാപത്തെയും അവൻ പാപമായിട്ട് കാണും. കുറേ കഴിയുമ്പോൾ അവൻ കുറ്റബോധമൊക്കെ പോകും. പശ്ചാത്താപം എല്ലാം മൊത്തം പോകും. അതൊരു ഈവിൾ സ്പിരിറ്റാണ് ഹൃദയകാഠിന്യം. പ്രൈസ് ദി ലോർഡ്. ഹൃദയകാഠിന്യ നിമിത്തം അജ്ഞത ബാധിച്ചവർ ബുദ്ധിയിൽ അന്ധകാരം നിറയും. അവരുടെ ബുദ്ധിയിൽ എന്ത് കയറും? അന്ധകാരം. ശ്രമത്തിൽ പറഞ്ഞ ഹല്ലേലൂയാ. ബുദ്ധിയിൽ അന്ധകാരം നിറഞ്ഞൊക്കെ ഈശോയെ പിടിച്ച് ഈ അന്നാസും കയ്യഭാസും പ്രധാന പുരോഹിതന്മാർ ഈശോയെ പിടിച്ച് കുരിശ് തറയ്ക്കുന്നുണ്ടല്ലേ. പ്രൈസ് ദി ലോർഡ്. കാരണം വെച്ചാൽ ബുദ്ധിയിൽ അന്ധകാരം നിറഞ്ഞു. അവരെ നോക്കിയപ്പോൾ ഇത് രക്ഷകനല്ല, രക്ഷകൻ ഇങ്ങനെയൊന്നും അല്ല വരണ്ട. രക്ഷകൻ വരേണ്ട കഴുതപ്പുറത്തല്ല, കുതിരപ്പുറത്താണ്. പ്രൈസ് ദി ലോർഡ്. ഈശോയെ കുറിച്ച് അവർക്ക് ഭയങ്കരമായ സംശയങ്ങൾ കയറി. കാരണം ബുദ്ധിയിലാണ് അന്ധകാരം. ഈശോയെ ബുദ്ധി കൊണ്ടാണ് അളന്നത്. അതുകൊണ്ടാണ് അവർ പറയുന്നത് അവൻ യൗസേപ്പിന്റെ മകനല്ലേ. അവന്റെ സഹോദരങ്ങളെ നമുക്ക് അറിഞ്ഞുകൊള്ളു. നസ്രത്തിൽ നിന്ന് നന്മയുണ്ടാവോ?
കൃപയുള്ളവർക്ക് തിരിച്ചറിയാൻ, ഗ്രേസിനെ തിരിച്ചറിയാൻ കൃപ വേണം. കൃപ തന്നെ വേണം കൃപ തിരിച്ചറിയാൻ. കൃപ തന്നെ വേണം കൃപ തിരിച്ചറിയാൻ. ഹല്ലേലൂയ. സ്തുതിക്കുന്നു. അത് ദൈവം തരാതെ കിട്ടത്തുമില്ല. യോഹന്നാൻ 3:27 ഉന്നതത്തിൽ നൽകപ്പെടുന്നില്ലെങ്കിൽ ആർക്കും ഒന്നും സ്വീകരിക്കുക സാധ്യമല്ല. പ്രൈസ് ദി ലോർഡ്. യോഹന്നാൻ 6:44 എൻ്റെ പിതാവിനാൽ ആകർഷിക്കപ്പെടാതെ ആർക്കും വരാൻ പറ്റും. യോഹന്നാൻ 6:65 എൻ്റെ പിതാവിൽ നിന്ന് വരം ലഭിച്ചാലല്ലാതെ ആർക്കും എൻ്റെ അടുത്തേക്ക് വരാൻ പറ്റത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹൃദയ കാഠിന്യ നിമിത്തം അജ്ഞത ബാധിച്ചവർ, അജ്ഞത പിന്നെ അറിവില്ലായ്മ ഒത്തിരി കാണിക്കുമ്പോൾ എല്ലാം തിന്മ കാണിച്ചുകൊണ്ടിരിക്കും. പ്രൈസ് ദി ലോർഡ്. അജ്ഞത, ബുദ്ധിയിൽ അന്ധകാരം നിറഞ്ഞ് ദൈവത്തിൻ്റെ ജീവനിൽ നിന്ന് അകറ്റപ്പെട്ടിരിക്കുന്നവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. ആ ബുദ്ധിയിൽ അന്ധകാരം നിറഞ്ഞാൽ ദൈവിക ജീവൻ പൊയ്ക്കൊണ്ടിരിക്കും, അഭിഷേകം പൊയ്ക്കൊണ്ടിരിക്കും, കൃപയെല്ലാം ചോർന്നു, പിന്നെ ഒന്നിനും കൊള്ളത്തില്ല. വെറുതെ ഇങ്ങനെ അതിൽ ഉപ്പിനതിൻ്റെ ഉറകെട്ട് പോയാൽ പുറത്തേക്കെറിയാനും മനുഷ്യരാൽ ചവിട്ടപ്പെടാനുമല്ലാതെ അത് മറ്റൊന്നിനും കൊള്ളുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഉപ്പിന് ഉറയെന്ന് വെച്ചാൽ അഭിഷേകം, പരിശുദ്ധാത്മാവിൻ്റെ കൃപ, പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങൾ. അത് നഷ്ടപ്പെട്ടാൽ പിന്നെ മനുഷ്യരാൽ ചവിട്ടപ്പെടാനല്ലാതെ മറ്റൊന്നിനും കൊള്ളുകയില്ല. കൈയടിച്ച് കത്താൻ പറയുക ഹല്ലേലൂയ. ഒറ്റ വിളിച്ചോയേ വിളിച്ച് സ്തുതിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. വിശ്വാരാധന സർവ്വത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. യേശുവേ സ്തുതിക്കുന്നു. ഓക്കെ. ബുദ്ധിയിൽ അന്ധകാരം നിറഞ്ഞവർ ദൈവത്തിൻ്റെ ജീവനിൽ നിന്ന് അകറ്റപ്പെട്ടു. അവർ മനസ്സ് മരവിച്ച് ഭോഗാസക്തിക്ക് അടിമപ്പെട്ടു. മനസ്സ് മരവിച്ച് മരവിച്ച മനസ്സ് അല്ലേ. ചില ഈ മൃഗങ്ങളെ കൊല്ലുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. കശാപ്പുകാരെന്നൊക്കെ അവർ ആദ്യ ഒരെണ്ണത്തിനെ കൊല്ലുമ്പോൾ അവർക്ക് ഭയങ്കര പേടിയാണ്. പ്രൈസ് ദി ലോർഡ്. അത് ഭയങ്കര വിറക്കി വിഷമമൊക്കെ, ചിലപ്പോൾ ഒന്നും ഉറങ്ങുമൊന്നുമില്ല. പ്രൈസ് ദി ലോർഡ്. 2-3-4 പ്രാവശ്യം കൊന്നു കഴിയുമ്പം ഇവന് അത് കൂളായി. പ്രൈസ് ദി ലോർഡ്. ആദ്യം കുറ്റബോധമുണ്ട്, പശ്ചാത്താപമുണ്ട്, കുറച്ചങ്ങ് ചെയ്ത് കഴിയും പിന്നെ ഇവനൊരു അവൻ തന്നെ ആ മൃഗവും അവൻ തമ്മിൽ വലിയ വ്യത്യാസമില്ലാത്ത അവസ്ഥയായി. പ്രൈസ് ദി ലോർഡ്. രണ്ടും ഒരേ മൈൻഡായിട്ട് അവൻ്റെ സ്വഭാവവും കാഴ്ചപ്പാടും. അതുപോലെയാണ് ചില ആൾ വിളച്ച പാപത്തും ആദ്യമൊക്കെ ചില പാപത്തും ഭയങ്കര കുറ്റബോധം, പക്ഷേ പിന്നെ അതങ്ങ് പോയിട്ട് മനസ്സങ്ങ് മരവിക്കും. പ്രൈസ് ദി ലോർഡ്. അത് കിട്ടുന്നൊരു ഒരു കേഴ്സ, ഒരു ശാപം കേട്ടോ. ദൈവവചനത്തെ അവിശ്വസിക്കുന്നവർക്ക് കിട്ടുന്നൊരു സംഭവമാണ്. പ്രശ്നം അവർ കണ്ടിട്ടും കാണാതിരിക്കും, കേട്ടിട്ടും കേൾക്കാൻ പറ്റുന്നില്ല. കേട്ടാലും കേൾക്കാൻ പറ്റത്തില്ല. പച്ചനെ വചനം കേൾക്കാൻ പറ്റത്തില്ല, കേട്ടാലും കേൾക്കാൻ പറ്റത്തില്ല, കണ്ടാലും കാണാൻ പറ്റത്തില്ല. അത്ഭുതം കണ്ടാലും ഈശോയെ അവിടെ കാണാൻ പറ്റത്തില്ല. കണ്ടിട്ടും കാണാതിരിക്കുന്നു, കേട്ടിട്ടും കേൾക്കാം. കണ്ണതിൽ സ്വീകരിക്കണമെങ്കിൽ ആരുടെ സഹായം വേണം? പരിശുദ്ധാത്മാവേ സ്തുതിക്കുന്നു. ഈശോയുടെ സഹായം കൂടാൻ പറ്റത്തില്ല, ഒന്നും പറ്റത്തില്ല. പ്രൈസ് ദി ലോർഡ്. അതാണ് യോഹന്നാൻ 15:1-11 വരെ എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. മുന്തിരിച്ചെടി കൂടുതൽ ഫലം പുറപ്പെടുവിക്കണമെങ്കിൽ വെട്ടി ഒരുക്കപ്പെടും. പ്രൈസ് ദി ലോർഡ്. പക്ഷെ എന്നെ കൂടെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പ്രൈസ് ദി ലോർഡ്. അത് കിട്ടണം, ഈശോ പരിശുദ്ധാത്മാവിന്റെ സഹായം കിട്ടണം. ശ്രമത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. യോഹന്നാൻ 14:15-16-17 വചനമുണ്ട്. എന്നെ സ്നേഹിക്കുന്ന എൻ്റെ വചനം പാലിക്കുന്ന അപ്പോൾ ഞാൻ എൻ്റെ പിതാവിനോട് അപേക്ഷിക്കും, എന്നേക്കും നിങ്ങളോട് കൂടെ ആയിരിക്കും, മറ്റൊരു സഹായകനെ ഞാൻ നിങ്ങൾക്ക് തരികയും ചെയ്യും. ഇല്ല, ഈ ആത്മാവിനെ സ്വീകരിക്കാൻ ലോകത്തിന് കഴിയുകയില്ല. ലോകം അവനെ അറിയുന്നില്ല, എന്നാൽ നിങ്ങൾ അവനെ അറിയും, നിങ്ങൾ അവനെ കാണുന്നു. പ്രൈസ് ദി ലോർഡ്. ശ്രമത്തിൽ പറഞ്ഞ സ്തുതിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. പത്രോസ് ഈശോ ദൈവപുത്രൻ എന്ന് പറയാൻ കാരണം എന്താ? പറഞ്ഞുണ്ട്, പത്രോസേ മാംസ രക്തങ്ങൾ അല്ല, എൻ്റെ സ്വർഗസ്ഥനായ പിതാവാണ് നിനക്കിത് വെളിപ്പെടുത്തുന്നത്. പരിശുദ്ധാത്മാവാണ് നിനക്ക് വെളിപ്പെടുത്തുന്നത്. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാവ് തൊട്ടു, പത്രോസിനെ മാത്രം തൊട്ടു. ആദ്യം പത്രോസിനാണ് ഈ അഭിഷേകം, ആദ്യം കിട്ടുന്ന പത്രോസ്, പിന്നീടാണ് ബാക്കി 11 പേരിലേക്കും വരുന്നത്. പക്ഷേ യൂദാസിന് കിട്ടുന്നേ ഇല്ല. കാരണം യൂദാസിൻ്റെ ഹൃദയത്തിൽ പണമാണ് അവൻ്റെ ദൈവം. കൊളോസസ് 3:5 ബന്ധനത്തിൽ, അതായത് വിഗ്രഹ ആരാധന തന്നെയായ ദ്രവ്യാസക്തി. 1 തിമോത്തി 6:10 ബന്ധനത്തില്ല. ധനമോഹത്തിൽ കിടക്കുക, ധനം പണത്തിൻ്റെ ബന്ധനം കഴിയുന്നവന് വലിയൊരു അന്ധതയാണ്. പരിശുദ്ധാത്മാവ് ഈശോ മിശിഹ നേരെ മുന്നിൽ നിന്നാലും പണത്തെ സ്നേഹിക്കുന്നവന്, സ്വത്തിനെ സ്നേഹിക്കുന്നവന് ഒരിക്കലും ദൈവത്തെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാനായിട്ട് പറ്റില്ല. പ്രൈസ് ദി ലോർഡ്. ഒരേ സമയം 2 യജമാന്മാരെ സേവിക്കുക സാധ്യമല്ല. ഏതെങ്കിലും ഒന്നിനെ കാണും. ഹല്ലേലൂയ. അവരാണ് ഈ കൊരിന്ത്യസ് ലേഖനത്തിൽ പറയും, ഭക്തിയുടെ ബാഹ്യരൂപം നിലനിർത്തി അതിൻ്റെ ആത്മാവിനെ ചൈതന്യത്തെ അവർ നിഷേധിക്കും. കൈയടിച്ച് കർത്താവ് പറയും,
ലുക 12:13-21. ജനക്കൂട്ടത്തിൽ നിന്ന് ഒരുവൻ അവനോട് പറഞ്ഞു, ഗുരു, പിതൃസ്വത്ത് ഞാനുമായി പങ്കുവയ്ക്കാൻ എൻ്റെ സഹോദരനോട് കൽപ്പിക്കണം. യേശു അവനോട് ചോദിച്ചു, ഹേ മനുഷ്യ, എന്നെ നിങ്ങളുടെ ന്യായാധിപനോ സ്വത്ത് ഭാഗിക്കുന്നവനോ ആര് നിയമിച്ചു? അനന്തരം അവൻ അവരോട് പറഞ്ഞു, ജാഗരൂകരായിരിക്കും, എല്ലാ അത്യാഗ്രഹങ്ങളിൽ നിന്ന് അകന്നിരിക്കുകയും ചെയ്യും. സ്ഥിരപ്പെടുത്തി പറഞ്ഞേ ഹല്ലേലൂയാ. അത്യാഗ്രഹങ്ങളിൽ നിന്ന് ഇന്ന് മനുഷ്യർക്കുള്ള ആഗ്രഹം, മനുഷ്യൻ്റെ പ്രശ്നം ഇന്ന് ആഗ്രഹമല്ല, അതിന് അത്യാഗ്രഹം. അതാണ് അവൻ്റെ മുറിവ്. ആ ബന്ധനം അഴിയണം. ഈശോ ഇല്ലാത്തതുകൊണ്ട്, ഈശോയെ സ്വന്തമാക്കാത്തതുകൊണ്ട് ഇതിനൊക്കെ ഒന്നാം സ്ഥാനം കൊടുക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ. ഫിലിപ്പി ലേഖനത്തിൻ്റെ 3:6-9 വരെയുള്ള വചനം, അതായത് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ജ്ഞാനം മറ്റെല്ലാത്തിനേക്കാളും വില കൂടുതലാകയാൽ ബാക്കിയെല്ലാം ഉച്ഛിഷ്ടമായിട്ട് കാണുന്നു. അവന് എല്ലാം ഉച്ഛിഷ്ടമായിട്ട് കാണുന്നു. ശ്രമത്തിൽ പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതായത് ഈശോയ്ക്ക് ഒന്നാം സ്ഥാനം കൊടുക്കാതെ ഒരിക്കലും നമുക്ക് ഈ ലോകത്തിൻ്റെ ഈ ഒരു അത്യാഗ്രഹത്തിൽ നിന്ന് പുറത്തു വരാൻ പറ്റത്തില്ല. ഈശോയെ സ്നേഹിക്കണം. പ്രൈസ് ദി ലോർഡ്. ഈശോയെ സ്നേഹിക്കണം. ഈശോയെ സ്നേഹിച്ചുകൊണ്ടല്ലോ എന്തൊരു അനുഗ്രഹം എന്നറിയോ? പ്രൈസ് ദി ലോർഡ്. പത്രോസിനെ ജയിലിൽ ഇട്ടു, പക്ഷേ പത്രോസ് അവിടുന്ന് പുറത്തു വരും. പ്രൈസ് ദി ലോർഡ്. പത്രോസിനെ ദൈവം നടത്തും. ദൈവം പത്രോസിനെ കൊണ്ടുപോകും. ആരും നോക്കണ്ട. പത്രോസിൻ്റെ കാര്യം നോക്കാൻ വേറെ ആരോടെ ചെല്ലുന്നില്ല. പ്രൈസ് ദി ലോർഡ്. അവൻ ആരെയാണോ വിളിക്കുന്നത് അത് വെറൊരു പൊട്ടവിളിയല്ല, വെറൊരു ഭംഗിവാക്കല്ല, അവൻ്റെ അഭിനയമല്ല, അവൻ്റെ പ്രാർത്ഥന ഒരു അഭിനയമല്ല, ആരെയും കാണിക്കാൻ വേണ്ടി നടത്തുന്ന പിന്നെ പ്രാർത്ഥനയല്ല അവൻ്റെ പ്രാർത്ഥന. പ്രൈസ് ദി ലോർഡ്. അവനൊരു ബന്ധമുണ്ട്. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥന എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉരുവിടുന്നതല്ല പ്രാർത്ഥന, ഒരു ബന്ധമാണ് പ്രാർത്ഥന. പ്രൈസ് ദി ലോർഡ്. ഈ ബന്ധമില്ലാതെ പ്രാർത്ഥിക്കുന്ന ഒത്തിരിയേറെ ജീവിതങ്ങൾ എങ്ങനെയാണ് ഇവർ ദൈവമായിട്ട് ബന്ധമുണ്ടോ എന്ന് എങ്ങനെയാണെന്ന് അറിയാൻ പറ്റുന്നത്? ജീവിതം നോക്കിയാൽ അറിയാം അവർക്ക് ദൈവവുമായിട്ട് ബന്ധമുണ്ടോ ഇല്ലയോ എന്ന്. പ്രൈസ് ദി ലോർഡ്. അവരുടെ രഹസ്യ ജീവിതം നോക്കി അറിയാറ്. പരസ്യം അവർ ദൈവം പ്രാർത്ഥന ഒത്തിരി ഉണ്ട്, പക്ഷേ ബന്ധമില്ല. ദർ ഇസ് നോ റിലേഷൻഷിപ്പ്. ഇങ്ങനെ വായിച്ചു കൂട്ടുന്ന കുട്ടികൾ ഇങ്ങനെ പുസ്തകങ്ങൾ വായിച്ചു കൂട്ടുന്ന കൂട്ടിക്കൊണ്ടിരിക്കും പുസ്തകം. ബട്ട് ദർ ഇസ് നോ. അവർ ജീവിതത്തിൽ നോക്കുമ്പോൾ അറിയാം വെറുപ്പും പകയും തനമോഹവും കൂറ്റം പറച്ചിലും പാകയും എതിർപ്പ് മൊത്തം ഡള്ള നെഗറ്റീവ് സ്പിരിറ്റ്. പക്ഷെ ഭയങ്കര പ്രയർ 4 മണിക്ക് നോക്കി പ്രാർത്ഥനയാണ്. അതുകൊണ്ട് കാര്യമില്ല. ബന്ധമാണ്. ഈശോയെ അനുസരിക്കുന്ന, ഈശോയുടെ സ്വന്തമായി ജീവിക്കുന്ന ഒരു അനുഭവം ഉണ്ടാണ്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ നമ്മൾ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ ഒരു ബന്ധത്തിൽ നിന്നുണ്ടാകുന്ന പ്രാർത്ഥനയാണ് പ്രാർത്ഥന. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥന ഉണ്ടാകുന്നൊരു ബന്ധത്തിൽ നിന്നുണ്ടാകുന്നതാണ് പ്രാർത്ഥന. റിലേഷൻഷിപ്പാണ് പ്രാർത്ഥനയുടെ അടിത്തറ. പ്രൈസ് ദി ലോർഡ്. എഴുന്നേറ്റ് നിൽക്കാം. എഴുന്നേറ്റ് നിൽക്കട്ടെ. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കട്ടെ. സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒറ്റവിളിശോയേ, ഒറ്റവിളിശോയേ. ഹല്ലേലൂയ. കരങ്ങളുയർത്തി. അവനെനിക്കായി മരിച്ചു. പഠിക്കേ. അവനെനിക്കായി മരിച്ചു. കരങ്ങൾ ഉയർത്തി പിടിച്ച് പറഞ്ഞേ. അവനെനിക്കായി മരിച്ചു.
ഈശോ എല്ലാവരും ചേർന്ന് അവനെനിക്കായി മരിച്ചു. എൻ്റെ ഈശോ അവനെനിക്കായി മരിച്ചു. കൈകൾ ഉയർത്തിപ്പിടിച്ച് അവനെനിക്കായി മരിച്ചു. He died for me. He died for me. He died for me. കൈകൾ ഉയർത്തിപ്പിടിച്ച് He died. He died. He died for me. ഒറ്റ വിളി വിളിക്കുന്ന ഈശോയെ അപ്പാ Hallelujah. Hallelujah. കണ്ണുകളടച്ച് കരമുയർത്തി Hallelujah. ഉച്ചത്തിൽ പാടാമോ? അവനെനിക്കായി ഉയർത്തു. ശബ്ദം ഉയർത്തി അവനെനിക്കായി ഉയർത്തു. എൻ്റെ ഈശോ അവനെനിക്കായി ഉയർത്തു. ഒറ്റ വിളിക്കുന്നു സ്തുതിക്കുന്നു സ്തുതിക്കുന്നു സ്തുതിക്കുന്നു. കരങ്ങൾ ഉയർത്തി കണ്ണടയ്ക്കട്ടെ, കരങ്ങൾ ഉയർത്തി പിടിക്കട്ടെ. ഈ പരിശുദ്ധ കുർബാനയിൽ ജീവനോടെ എഴുന്നള്ളിരിക്കുന്ന ഉദ്ധിതനായ ഈശോയുടെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു. സങ്കീർത്തനം 107:16-20 സംഭവിക്കട്ടെ. എന്തെന്നാൽ അവിടുന്ന് പിച്ചള വാതിലുകൾ തകർക്കുന്നു, ഇരുമ്പോടാമ്പലുകൾ ഒട്ടിക്കുന്നു, പാപകരമായ മാർഗം പിന്തുടർന്നുള്ള രോഗികളായി തീർന്നു, തങ്ങളുടെ അകൃത്യങ്ങളാൽ ദുരിതത്തിലായി എല്ലാ ഭക്ഷണത്തെയും കുറിച്ചു, മൃത്യു കവാടങ്ങളെ സമീപിച്ചു. അപ്പോൾ തങ്ങളുടെ കഷ്ടതയിൽ അവർ കർത്താവിനോട് വിലവിളിച്ചപേക്ഷിച്ചു. അവിടെ നിന്ന് വചനമായി ചില സുഖപ്പെടുത്തി വിനാശത്തെ വിടുവിച്ചു. മത്തായി 16:18-19 വചനം സംഭവിക്കട്ടെ. പത്രോസ് നീ പാറയാകുന്നു, ഈ പാറമേലിന്റെ സഭകൾ ഞാൻ സ്ഥാപിക്കും, നരക കവാടങ്ങൾ ഇതിനെതിരെ പ്രബലപ്പെടില്ല. സ്വർഗരാജാക്കുൾ നിനക്ക് ഞാൻ തരും. നീ ഭൂമി കെട്ടുമ്പോൾ സ്വർഗത്തിന് കെട്ടപ്പെട്ടതായിരിക്കും, നീ ഭൂമിയിൽ അഴിക്കുമ്പോൾ സ്വർഗത്തിലും അഴിക്കപ്പെട്ടതായിരിക്കും. ലൂക്ക 10:19 ഇതാ പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിൻ്റെ സകല ശക്തികളുടെയും മീതെ ചവിട്ടി നടക്കാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തന്നിരിക്കുന്നു. യാതൊരു നിങ്ങൾ ഉപദ്രവിക്കുകയില്ല. ലൂക്ക 9:1-2 അവൻ 12 അപ്പസ്തോലന്മാരെയും തിരഞ്ഞെടുത്തു, സകല പിശാചുക്കളുടെ മേൽ അവൻ അവർക്ക് അധികാരവും ശക്തിയും കൊടുത്തു. ലൂക്ക 4:18 നിന്നുകൊണ്ട് അതായി 12:28-29 പരിശുദ്ധാത്മ അഭിഷേകത്തിൽ നിന്ന് നിറഞ്ഞു നിന്നുകൊണ്ട് ലൂക്ക 9:1-2 അപ്പസ്തോലർ അധികാരത്തോ ശക്തിയും നിറഞ്ഞു നിന്നുകൊണ്ട് വിശ്വസിച്ചുകൊണ്ട് അതായത് 16:16 ഈശോ ദൈവപുത്രനാണെന്ന് ഏറ്റു പറഞ്ഞുകൊണ്ട് ഈശോ ഞങ്ങളുടെ പാപങ്ങളും ബലഹീനതകളും ഏറ്റെടുത്തുവെന്ന് വിശ്വസിച്ചുകൊണ്ട് പാപശാപങ്ങൾ ഏറ്റെടുത്ത് വിശ്വസിച്ചുകൊണ്ട് ആ യേശുവിൻ്റെ നാമത്തിൽ, കർത്താവായ യേശു ക്രിസ്തു നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു, ആജ്ഞാപിക്കുന്നു. ഈ ജനത്തിൻ്റെ മേൽ, ലക്ഷക്കണക്കിന് വരുന്ന ലോകം മുഴുവൻ ജനത്തിൻ്റെ മേൽ, ഈ ജനത്തിന് മേൽ ആജ്ഞാപിക്കുന്നു, കൽപ്പിക്കുന്നു, പ്രവചിക്കുന്നു. യേശുനാമത്തിൽ സാത്താനെ ബന്ധിക്കുന്നു, ബന്ധിക്കുന്നു. എഫേസ്യസ് 2:2 ബന്ധിക്കുന്നു. 1 യോഹന്നാൻ 3:8 ബന്ധിക്കുന്നു.
ഈ കൂട്ടായ്മയുള്ള മക്കൾ ദേശത്തിൽ അന്തരീക്ഷത്തിൽ പ്രവർത്തിക്കുന്ന അനുസരണക്കേണ്ട ആത്മാക്കൾ, അന്തരീക്ഷ ശക്തികൾ, മന്ത്രവാദങ്ങൾ, കൂടോത്രങ്ങൾ, ക്ഷുദ്രപ്രയോഗങ്ങൾ, സാത്താൻ്റെ ആരാധനകൾ, ബ്ലാക്ക് മാസ്, ഓജോ ബോർഡ്, സെറ്റും വർഷിപ്പുകൾ ഇപ്പോൾ ഈ കൂട്ടായ്മയുള്ള ആരുടെയെങ്കിലും ശരീരത്തിലോ സ്ഥലത്ത് എവിടെയെങ്കിലുമോ മന്ത്രവാദ, കൂടോത്ര, ക്ഷുദ്രവിദ്യയുമായി ബന്ധപ്പെടുന്ന വസ്തുക്കളോ മറ്റെന്തെങ്കിലുമോ കിടപ്പുണ്ടെങ്കിൽ അവയിന്മേലും ആ മക്കളുടെ മേലും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അശുദ്ധാത്മാവിനെ, ദുഷ്ടാത്മാവിനെ 1 യോഹന്നാൻ 3:22 വചനം കൊണ്ട്, ലേവർ 19:31 വചനം കൊണ്ട് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ഈ ദേശം വിട്ടുപോകണം, ഈ മക്കളെ വിട്ടുപോകണം. നിത്യനരകത്തിലേക്ക് ലൂക്ക 8:31 ബഹിഷ്കരിക്കുന്നു, കടന്നു പോകാൻ കൽപ്പിക്കുന്നു. Go away, get out of the children, the family, and the place. മന്ത്രവാദം, കൂടോത്രം, ക്ഷുദ്രപ്രയോഗങ്ങൾ, കൈനോട്ടം, രാഹുകാല സമയനോട്ടം നടത്തുന്ന മക്കൾ ആരെല്ലാം ഈ കൂട്ടായ്മയിലുണ്ടോ? സാത്താനെ ആരാധിക്കുന്ന സേവകൾക്ക് പോകുന്ന മക്കൾ, സാത്താൻ സേവകൾക്ക് പോകുന്ന മക്കൾ, സാത്താനെ ആരാധിക്കുന്ന മക്കൾ, അന്തോണി സേവകൾക്ക് പോകും, കടമറ്റ സേവ, ജോൽസിൻ്റെ അടുക്ക പോകുന്ന മക്കൾ, പൈശാചിക വസ്തുക്കൾ ശരീരം ധരിച്ചിട്ടുള്ള മക്കൾ, അത് ഉപയോഗിച്ചിട്ടുള്ള മക്കൾ, അത് വിശ്വസിക്കുന്ന മക്കൾ, വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന മക്കൾ, സാത്താനെ ആരാധിക്കുന്ന മക്കൾ ആരെല്ലാം ഈ കൂട്ടായ്മയിൽ ഈ സമൂഹത്തിലുണ്ടോ, അവൻ്റെ മേൽ അവളുടെ കുടുംബത്തിലും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അദൃശ്യ ശക്തികളെ മൊത്തത്തോടെ എസെക്കിയേൽ 28 വചനം കൊണ്ട്, 1 യോഹന്നാൻ 3:8 വചനം കൊണ്ട് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ യെശയ്യാ 22:22 ബന്ധിക്കുന്നു. ബന്ധിച്ച ലൂക്ക 8:31 ബഹിഷ്കരിക്കുന്നു. ഇറങ്ങിപ്പോ. ഈ മക്കൾക്കെതിരെ, ഈ അഭിഷേകത്തിനെതിരെ, കൂട്ടായ്മയ്ക്ക്, കൃപയ്ക്കെതിരെ, കൃപയുടെ അഭിഷേകത്തിനെതിരെ, ആലയത്തിനെതിരെ, തിന്മയുടെ അരൂപികൾ, വ്യക്തികളുടെ, വസ്തുക്കളുടെ, സാഹചര്യങ്ങൾ രൂപത്തിൽ ഈ മക്കളെ, ഇവരുടെ കുടുംബങ്ങളെ ഞങ്ങളെല്ലാം പീഡിപ്പിക്കുന്ന, ഞങ്ങളെ മൊത്തം പീഡിപ്പിക്കുന്ന മുഴുവൻ പൈശാചിക അരൂപികൾ, നെഗറ്റീവ് സ്പിരിറ്റുകളെ 1 യോഹന്നാൻ 3:8 വചനത്താൽ ബന്ധിക്കുന്നു. ബ്ലാക്ക് മാസ്, ഓജോ ബോർഡ്, സെറ്റിൻ വർഷിപ്പ് കേന്ദ്രങ്ങൾ, ദുഷ്ടാരൂപികളുടെ കേന്ദ്രങ്ങൾ, വീടുകൾ, അവയെ മൊത്തത്തോടെ യേശുമിശിഹായുടെ നാമത്തിൽ, ആത്മയുടെ ആത്മാക്കളെ യേശുനാമത്തിൽ ബന്ധിക്കുന്ന ബഹിഷ്കരിച്ച് ഈ കൂട്ടായ്മയുള്ള മക്കളിൽ ഇരിക്കുന്ന ആത്മാക്കൾ പുറത്തിറങ്ങട്ടെ. നിത്യനരകത്തിൽ പോട്ട് കൽപ്പിക്കും, യേശുനാമത്തിൽ കൽപ്പിക്കുന്നു, യേശുനാമത്തിൽ കൽപ്പിക്കും. മർക്കോസ് 5:9 ബന്ധിക്കുന്ന യേശുനാമത്തിൽ, മർക്കോസ് 9:25 കൊണ്ട് ബന്ധിക്കുന്ന യേശുനാമത്തിൽ, 1 യോഹന്നാൻ 3:8 ബന്ധിക്കുന്ന യേശുനാമത്തിൽ. കരങ്ങൾ ഉയർത്തിപ്പിടിക്കട്ടെ, കണ്ണടച്ചു. ഈ മക്കളിൽ പ്രവർത്തിക്കുന്ന വെറുപ്പിന്റെ ആത്മാക്കൾ, പകയുടെ പിശാച്, കായേന്റെ രൂപി, ആബേലിനെ കൊല്ലാൻ ശക്തമായ പ്രേരണ കൊടുക്കുന്ന കായേന്റെ രൂപി, സൈറ്റൻ, സാത്താന്റെ ശക്തി കൂട്ടായ്മയിൽ ആരെല്ലാം പ്രവർത്തിക്കുന്നുണ്ടോ, പകയുടെ, വെറുപ്പിന്റെ, നിരാശയുടെ, കുറ്റബോധത്തിന്റെ, ആകുലതയുടെ, അഹങ്കാരത്തിന്റെ, ഭയത്തിന്റെ, അസൂയയുടെ, എസെക്കിയേൽ 8 പറയുന്ന അസൂയയുടെ ആത്മാക്കൾ ഈ കൂട്ടായ്മയിൽ ആരെല്ലാം പ്രവർത്തിക്കുന്നുണ്ടോ, ആരുടെ മനസ്സിൽ, ചിന്തകളിൽ, അവയവങ്ങൾ കുടിയിരിപ്പുണ്ടോ, കൊളോസ്യസ് 3:5 ധനത്തിന്റെ ആത്മാവ്, ധനത്തിന്റെ പിശാചുക്കൾ ഈ കൂട്ടായ്മയിലോ വിദേശത്ത് എവിടെയെങ്കിലുമോ ദൈവമക്കൾ ലോകത്തെവിടെയെല്ലാം പ്രവർത്തിക്കുന്നുണ്ടോ, ആ തിന്മയുടെ ആത്മാക്കളെ മൊത്തത്തോടെ 1 യോഹന്നാൻ 3:8, 2 Corinthians 4:4 വചനം കൊണ്ട്, 1 യോഹന്നാൻ 3:8, ഉൽപ്പത്തി 4:4-5 വചനം കൊണ്ട്, യെശയ്യാ 22:22 വചനം കൊണ്ട്, മത്തായി 12:28-29 വചനം കൊണ്ട് ആ തിന്മയുടെ ആത്മാക്കളെ മൊത്തത്തോടെ, മത്തായി 5:23 വചനം കൊണ്ട്, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ, എസെക്കിയേൽ 8 വചനം കൊണ്ട്, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാനിപ്പോൾ ബന്ധിക്കുന്നു.
ബന്ധിക്കുന്നു, ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ലൂക്കാ 8:31 ബഹിഷ്കരിക്കുന്നു. ഒറ്റ വിളിച്ചു. കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. കണ്ണുകളടച്ച് സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. ഈ കൂട്ടായ്മയുള്ള മക്കൾ പ്രവർത്തിക്കുന്ന യുക്തിവാദം, നിരീശ്വരവാദം, എതിർചിന്തകൾ, അക്രൈസ്തവരായ ചില മക്കളിലൂടെ പ്രവർത്തിക്കുന്ന ദുഷ്ടാരൂപികൾ, ക്രൈസ്തവരായ ചില മക്കളോട് പ്രവർത്തിക്കുന്ന എഫെസസ് 6:12 സ്വർഗീയടങ്ങളിൽ വർത്തിക്കുന്ന തിന്മയുടെ ആത്മാക്കൾ മൊത്തത്തോടെ 1 യോഹന്നാൻ 3:22 എഫെസസ് 2:2 വചനങ്ങൾ യാക്കോബ് 3:2 കൊണ്ട് ബന്ധിക്കുന്നു. ബന്ധിച്ച് ലൂക്കാ 8:30 ബഹിഷ്കരിക്കുന്നു. ഒറ്റ വിളിച്ചു യേശുസ്. ദൈവശക്തി ഇറങ്ങട്ടെ. ലോകരാജ്യങ്ങളിൽ നിന്ന് വചനം കേട്ടുകൊണ്ടിരിക്കുന്ന മക്കളെ കർത്താവ് അനുഗ്രഹിക്കുന്നത് വെളിപ്പെടും. ഓസ്ട്രേലിയയിൽ കർത്താവ് വലിയ അത്ഭുതം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് വെളിപ്പെടുന്നുണ്ട്. അമേരിക്കൻ രാജ്യങ്ങൾ കർത്താവ് അത്ഭുതം പ്രവർത്തിക്കുന്നതിന് വെളിപ്പെട്ട് കിട്ടുന്നുണ്ട്. അനേക രാജ്യങ്ങൾ കർത്താവ് കരുണ കൊടുക്കുന്നതിന് വെളിപ്പെടുന്നുണ്ട്. കർത്താവിൻ്റെ കരുണ രാജ്യങ്ങളിലേക്ക് പകരുന്നതായിട്ട് വെളിപ്പെടുന്നുണ്ട്. പരിശുദ്ധാത്മാവ് ഇടപെടാൻ പോകുന്നതായിട്ട് വെളിപ്പെടുന്നുണ്ട്. ബന്ധിക്കുന്ന യേശുവിന്റെ നാമത്തിൽ എഴുന്നള്ളുന്നേശു രാജാവായി കർത്താവായി ഭരണം ചെയ്തിടുവാൻ, ദൈവരാജ്യം നമ്മിൽ സ്ഥാപിതമാക്കാൻ, സാത്താന്യ ശക്തിയെ തകർത്തിടുവാൻ. എഴുന്നള്ളുന്നേശു രാജാവായി കർത്താവായി ഭരണം ചെയ്തിടുവാൻ, ദൈവരാജ്യം നമ്മിൽ സ്ഥാപിതമാക്കാൻ, സാത്താന്യ ശക്തിയെ തകർത്തിടുവാൻ. യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രോഗങ്ങൾ മാറും, ഭൂതങ്ങൾ ഒഴിയും, ബന്ധനമെല്ലാം തകർന്നിടുമേ. കുരുടരും മുടന്തരും ചെകിടരുമെല്ലാം സ്വതന്ത്രമാകുന്ന ദൈവരാജ്യം. രോഗങ്ങൾ മാറും, ഭൂതങ്ങൾ ഒഴിയും, ബന്ധനമെല്ലാം തകർന്നിടുമേ. കുരുടരും മുടന്തരും ചെകിടരുമെല്ലാം സ്വതന്ത്രമാകുന്ന ദൈവരാജ്യം. യേശുവേ വന്നു